ഞാൻ ആദ്യമായിട്ടാണ് ഫുള്ളായിട്ട് സിനിമ കാണുന്നത്. മുമ്പ് ടി വിയിലൊക്കെ വരുമ്പോൾ പല പല പോർഷൻസായിട്ട് കണ്ടെങ്കിലും ആദ്യമായിട്ടാണ് 4K അല്ല ഈ സിനിമ മുഴുവനായിട്ട് കാണാൻ പറ്റുന്നത്. ഗംഭീര എക്സ്പീരിയൻസാണ് ഇത്. ക്ലാരിറ്റി, സൗണ്ട്, മ്യൂസിക് എല്ലാം അതിഗംഭീരം. പിന്നെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഡയലോഗ്സ് വീണ്ടും ഇത്രയും വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഇവിടെ നല്ല ക്രൗഡായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഗംഭീര സിനിമ. എല്ലാവർക്കും അറിയാമല്ലോ, സിനിമ നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത് എങ്കിൽ പോലും ഈ എക്സ്പീരിയൻസ് വളരെ ഇത്രയും വലിയ സ്ക്രീനിൽ ഇത്രയും നല്ല സൗണ്ടോടെ കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം. താങ്ക് യു. ഗംഭീരമായിരിക്കുന്നു പടം, ഗംഭീരമായിരിക്കുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. സൗണ്ട് എഫക്റ്റുകാരൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അന്നും ഇന്നും ഒരേപോലെ, അതാണ് ഏറ്റവും വലിയ. അതെ, അന്തം വിട്ടുപോയി. ഇന്ന് എടുക്കുന്നതിനേക്കാളും ഗംഭീരമായിട്ട് അന്നെടുത്തിരിക്കുന്നു. ഉഴപ്പായിട്ടും കാര്യങ്ങളൊക്കെ ഗംഭീരമായി വന്നിട്ടുണ്ട്. അതെ അതെ, സുരേഷും അവർ അന്നും ഹീറോ ആണ്, ഇന്നും ഹീറോ ആണ്. വളരെ സന്തോഷമായിരുന്നു. നല്ല പടം. അന്ന് നല്ല പടം, ഇന്നും നല്ല പടം. എല്ലാം കൊണ്ടും വലിയൊരു സക്സസ്സായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. മമ്മൂക്ക അന്നും ഇന്നുമൊക്കെ ഒരുപോലെ തന്നെ ഇരിക്കുന്നു. സുരേഷ് ഗോപിയും എല്ലാവരും, എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ. ബ്യൂട്ടിഫുൾ. അത് ഇന്നും ആ പഴയ ഇതിലുമൊക്കെ മാറി വളരെ ഒരു എക്സ്ട്രീംലി ആ ഒരു ന്യൂ ട്രെൻഡിലൂടെ സംഗതി ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, ഇതിനെപ്പറ്റി എന്ത് അഭിപ്രായം പറയാനാണിത്? ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ റീ റിലീസുകൾ ചെയ്തതിൽ 4K മികവിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. ഇപ്പോൾ പടം ഏറ്റവും രസമുള്ളൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചത് വിനീത് കുമാറും ജോമോളൊക്കെ ഇത് എങ്ങനെയായിരിക്കും കണ്ടിരുന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ആക്ച്വലി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വടക്കൻ വീരാത ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പലതവണ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള സിനിമയാണ്. ഇപ്പോഴത്തെ എല്ലാ പിള്ളേരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും എല്ലാ സിനിമ സ്നേഹിക്കുന്ന എല്ലാവരും തിയേറ്ററിൽ തീർച്ചയായിട്ടും വന്ന്, മലയാള സിനിമയുടെ ഒരു ക്ലാസിക് മൂവിയാണ് വടക്കൻ വീരാത, തിയേറ്ററിൽ വന്ന് കാണേണ്ടതാണ്. അപ്പോൾ പുതിയ ജനറേഷനും ന്യൂജനും പിള്ളേരൊക്കെ ആരാണ് മമ്മൂക്ക എന്താണെന്നൊക്കെ വന്ന് കാണട്ടെ. ഇതൊരു എന്താ പറയുക, കുറേ മുന്നിലുള്ള സിനിമയെന്ന് തോന്നുന്നില്ല. നമ്മളൊക്കെ ശരിക്കും അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് പാറ്റേണൊക്കെ ശരിക്കും ഞെട്ടിത്തെറിച്ചിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ താങ്ക്സ് പറയേണ്ട എസ്ക്യൂബിനോടാണ്. കാരണം അവർ 3 മക്കൾ അത് റിലീസ് ചെയ്യാനെടുത്തൊരു എഫേർട്ട് ഉണ്ടല്ലോ. അത് തിയേറ്ററിൽ ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നൊക്കെ ചെറിയ ഡൗട്ട്. പക്ഷേ ഒരു പ്രശ്നവുമില്ല. യങ്സ്റ്റേഴ്സൊക്കെയാണ് ഭയങ്കരമായിട്ട് കൈയടിക്കുന്നത് തിയേറ്ററിൽ. പിന്നെ മമ്മൂക്കാൻ്റെ പെർഫോമൻസ്. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അവരുടെ ബാനറിൽ എനിക്കൊരു സിനിമ ജാനകി ലക്ഷ്മിൻ്റെ ബാനറിൽ ചെയ്ത, എസ്ക്യൂബിൻ്റെ ബാനറിൽ ചെയ്ത സിനിമയാണ്. എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ഭാഗ്യമാണ്. ശരിക്കും ഭയങ്കര ഞെട്ടിപ്പോയി. സൗണ്ടിങ് മമ്മൂക്കൊക്കെ എൻ്റെ അമ്മ എന്ത് രസമെന്ന് പറയാം. ശബ്ദം എല്ലാവരും പറയാം. സ്കോറിങ്ങും അതെ. ക്യാപ്റ്റൻ രാജു സാറൊക്കെ എന്ത് രസമാണ്. അതെ, ഡയലോഗ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോൾ നമ്മൾ കൈയടിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ പോർഷനിൽ. ഭയങ്കര അയ്യോ, കാരണം അന്ന് കണ്ട സിനിമയാണ്. പക്ഷെ അന്ന് നമ്മളിത്രയും ഇതല്ല. പക്ഷെ ഇന്നിത് കാണുമ്പോഴേ നമ്മൾ ചെറുതായിരിക്കുമ്പോൾ കണ്ടതാണ്. പക്ഷെ സൂപ്പർ. എല്ലാവരും കാണും. നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാവരും വന്ന് കാണും. താങ്ക് യു. ലോകത്തായിരുന്നു ഇത്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം ഇറങ്ങിയ സമയത്ത് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ കാണുമ്പോഴും അതിനെക്കാട്ടിൽ കൂടുതൽ തീവ്രതയോടെ, ബിക്കോസ് നമ്മളുടെ പ്രായം മാറുമ്പോൾ ഇത് കൂടുതൽ ഉൾക്കൊള്ളുവാണ്. അത് പിന്നെ എനിക്ക് ഏറ്റവും അതിശയം തോന്നിയത്, എത്രയോ കാലങ്ങളായിട്ട് പാടിപ്പതിഞ്ഞ ഒരു കഥ, എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കഥയെ അതിങ്ങനെ വേറൊരു തരത്തെ പറയുമ്പോൾ അത്രയേറെ കൺവിൻസിങ് ആണെങ്കിൽ, ആ സ്ക്രിപ്റ്റ് കൺവിൻസിങ് ആണെങ്കിൽ ആളുകളുടെ ഹൃദയത്തിലെത്തും. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ് അതിലെ സംഭാഷണങ്ങൾ, അതിലെ വാക്കുകൾ, അതൊക്കെ ഇന്നത്തെ ലോകത്ത് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആകുന്നു. അതൊരു നമുക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിപ്പോൾ ഒന്നും കൂടി കാണുന്നതെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. പിന്നെ തീർച്ചയായിട്ടും മമ്മൂട്ടി, മാധവി അത് മാത്രമല്ല ആ കളരി റോൾസൊക്കെ, കളരിയുടെ ആ സീൻസൊക്കെ ഭയങ്കരമായിരുന്നു. പിന്നെ ഈവൻ ആ ഘോഷയാത്ര 2-3 പ്രാവശ്യം പോകുന്ന അതിൻ്റെയൊക്കെ സീനറി അതിമനോഹരമായിരുന്നു. പിന്നെ മാധവിയുടെ ആണെങ്കിലും ആ ബോഡി ലാംഗ്വേജും കണ്ണുകളിലെ ഒരു അഗ്നിയുണ്ടല്ലോ, അതൊക്കെ എനിക്ക് തോന്നുന്നില്ല വേറെ ഒരാൾ ചെയ്താൽ ശരിയാവുമോ എന്ന് തോന്നുന്നു. മമ്മൂട്ടി പറയണ്ടല്ലോ, മമ്മൂട്ടിയുടെ കാര്യം പ്രത്യേകിച്ച് പറയണ്ട, അത്രയും സൂപ്പർ, ഭയങ്കര. അതുപോലെ തന്നെ ക്യാപ്റ്റൻ രാജു ഇല്ല ഓരോരുത്തരുടെയും, സുരേഷ് ഗോപി, എല്ലാവരും അവരുടെ റോള് വളരെ ഭംഗിയായിട്ട് ചെയ്തു കേട്ടോ. അത് അന്ന് കണ്ടാണെങ്കിലും നമ്മൾക്ക് കുറെ കൂടെ പ്രായമാകുമ്പോഴാണ് അതിൻ്റെ ഒരു കൂടുതൽ മനോഹാരിത അറിയുന്നത്. എക്സലൻ്റ് എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ തന്നെ പോയിട്ട് എല്ലാവരും കാണണം. അത് വേറൊരു ലോകത്ത് കൊണ്ടുപോകുന്നുണ്ട്. നന്നായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്.
ഒരു 36 വർഷം കഴിഞ്ഞിട്ട് ഒരു കുറവുമില്ല സിനിമയ്ക്ക്. എൻ്റെ മാറ്റി കൂടിയിട്ടേ ഉള്ളൂ. ഈ സിനിമ തിയേറ്ററിൽ കാണാത്തൊരു ജനറേഷനുണ്ട്. അവർക്കത് ആ എക്സ്പീരിയൻസ് അന്ന് കണ്ടതിനേക്കാൾ നല്ല രീതിയിൽ സൗണ്ടൊക്കെ ടെക്നിക്കലി എല്ലാം നല്ല രീതിയിൽ അവർക്കിത് ആസ്വദിക്കാൻ പറ്റും. എനിക്കൊന്ന് ദേവദൂതൻ കഴിഞ്ഞിട്ട് ഇത്രമാത്രം ടെക്നിക്കൽ പെർഫെക്ഷനോടുകൂടി റീമാസ്റ്റർ ചെയ്ത സിനിമ വന്നിട്ടില്ല എന്നുള്ളത്. നല്ല സ്വീകാര്യത ഉണ്ടാവും ഈ സിനിമ. എല്ലാം നന്നായിരുന്നു. എക്സ്പീരിയൻസ് എന്തുവാ ഈ ഒരു പടം വീണ്ടും കാണാൻ പറ്റുക, തിയേറ്ററിൽ ഫാമിലിയോടെ പോയിരുന്ന് കാണാൻ പറ്റുക, അതെല്ലാം ഒരു ഭാഗ്യം, ഒരുപാട് ഭാഗ്യം. അതിന് PV അങ്കിളിൻ്റെ ഫാമിലി, ഷെർഗ, ഷെനുക, ഷെഖ്നാഥ്, ആൻറ്റി എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കണ്ണു നിറഞ്ഞു. ഞാൻ അവരോട് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ എൻ്റെ മോളുടെ കൂടെ എനിക്കിരുന്ന സിനിമ കാണാൻ പറ്റിയില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ, എൻ്റെ റിലേറ്റീവ്സ്. മകള് ഒരു ത്രൂ ഔട്ടായിട്ട് പടം കണ്ടത്, മകള് ത്രൂ ഔട്ടായിട്ട് പടം കണ്ടത് ഇപ്പോഴാണ്. മറ്റത് ബിറ്റ്സ് ആൻഡ് പീസസ് ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക. ത്രൂ ഔട്ടായിട്ട് ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. ജനിക്കുന്നതിന് മുമ്പ് ഇറങ്ങിയ സിനിമ, അപ്പോൾ അതെനിക്ക് തിയേറ്ററിൽ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ലുക്ക് ആൻഡ് ഫീലിൽ കാണാൻ പറ്റുക ഭയങ്കര സറിയലായിട്ട് ഫീൽ ചെയ്യുന്നു. ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ടു ഗോഡ് ഈ ഒരു കാലത്ത് ജീവിച്ചിരിക്കാൻ തന്നെ പറ്റിയതിൽ. ഡെഫിനറ്റ്ലി എല്ലാവരുടെയും, മമ്മൂക്ക, ബാലങ്കി നായർ സർ, മാധവി മാം, ക്യാപ്റ്റൻ രാജു സർ, ജോണി അങ്കിൾ, ബീവൻ രഘു സർ, അച്ഛൻ എല്ലാം ഭയങ്കര ഇമ്പാക്റ്റബിളായിട്ട് ഭയങ്കര രസമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് പ്രസൻസ് ആയിട്ട് വരുന്ന രാമു സാർ ആയാലും ദേവൻ അങ്കിൾ ആയാലും അവർ പോലും ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ സിനിമയുടെ ആസ്വാദികത ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിലാണ് റീമാസ്റ്റർ ആയിരിക്കുന്നത്. ഭയങ്കര എല്ലാവരും എനിക്ക് തോന്നുന്നു അന്ന് സിനിമ തിയേറ്ററിൽ കണ്ടവരും തിയേറ്ററിൽ കാണാൻ പറ്റാതെ TV-യിൽ കണ്ടിട്ടുള്ള ഓഡിയൻസും എല്ലാവരും തിയേറ്ററിൽ വന്ന് വടക്കം വീരാതെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. ഭയങ്കര ജെന്യുവനായിട്ട് ഫീൽ ചെയ്യുന്നു. എല്ലാവരുടെയും കളരി അഭ്യസിച്ചിട്ടുള്ള സിനിമയിലെ എല്ലാ ആക്ടേഴ്സും ഭയങ്കര സറിയലായിട്ട് അത് ചെയ്തിരിക്കുന്നത്. കാരണം അവരാരും കളരി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരല്ല, സിനിമയ്ക്ക് വേണ്ടി അവർ ചെയ്തതാണ്. അപ്പോൾ അത്ര അതിലോട്ട് ഇത്ര ജെല്ലായി എങ്ങനെ അതിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് തന്നെ ഭയങ്കര സറിയൽ. ഈവൻ വിനീതേട്ടനായാലും മമ്മൂക്കയ്ക്ക് ചന്തു എന്നുള്ള ക്യാരക്ടറിനെ ഭയങ്കര ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചൈൽഡായിട്ട് ചന്തുവായിട്ട് വിനീതേട്ടൻ പോലും ചെയ്തു വെച്ചിരിക്കുന്നത്. മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ഹരിഹരൻ സാറിൻ്റെ ഒരു കൺവിക്ഷനും അദ്ദേഹത്തിൻ്റെ വിഷൻ അവിടെ ഡെലിവർ ആയതിൻ്റെയാണ് ഈ ഇത്രയും നാൾക്ക് ശേഷം 36 ഇയേഴ്സിന് ശേഷം ഈ സിനിമ ഒരു പുതിയ സിനിമ പോലെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ ജനറേഷനിലും എനിക്ക് ശേഷമുള്ള ജനറേഷനിലെ കിഡ്സിനും എല്ലാവർക്കും ഒട്ടും ഒരു ക്രിഞ്ച് തോന്നാത്ത രീതിയിൽ ഭയങ്കര രസമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വെറുതെ ഇങ്ങനെ പറയുന്നതല്ല, കാരണം നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ, ഞങ്ങളൊക്കെ 9-10 വയസ്സുള്ളപ്പോൾ ഉള്ളൊരു സിനിമയാണ് അത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മക്കളുടെ കൂടെ ഇരുന്നിട്ട് ഇത്രയും ഒരു ക്വാളിറ്റിയിൽ, അതും വിജയങ്ങളില്ല, പക്ഷേ ഷെനുക ചേച്ചി, ഷെഖ്നാഥ് ചേച്ചി എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂടെ കാണാൻ പറ്റുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്.